ഇന്നലെയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസാന വിദേശ താരമായിട്ടുള്ള ഇവാൻ റോഡ്രിഗസിനെ കൂടി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായെന്നാണ്. അതോടുകൂടി വരുവാനായിട്ട് പോകുന്ന ISL സീസണും അല്ലെങ്കിൽ സൂപ്പർ കപ്പ് സീസണും മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 6 വിദേശ സൈനിങ്ങുകളും ക്ലബ്ബ് പൂർത്തിയാക്കി എന്ന് പറയുന്ന വളരെയധികം മികച്ച ഒരു കാര്യത്തിലേക്ക് ക്ലബ് മാനേജ്മെൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ ഒരു 1 വീക്ക് കൊണ്ട് തന്നെ 3ഓളം സൈനിങ് നടത്തി ആരാധകരെ മൊത്തം തന്നെ ഞെട്ടിക്കുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഈ താരങ്ങളെല്ലാം തന്നെ മികച്ച പ്രകടനം കൂടി കാഴ്ചവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള മികച്ച തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും ഇത്. നമുക്ക് ഈ ഒരു താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചത് വഴി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നേരത്തെ തന്നെ ഈ ഒരു താരങ്ങളുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തി എന്നുള്ളതൊക്കെ തന്നെയാണ്. അതിനാൽ തന്നെ സൂപ്പർ കപ്പ് നടക്കുവാനായിട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ഒരു മന്തിൻ്റെ അവസാനത്തോടു കൂടി സൂപ്പർ കപ്പ് ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. സൂപ്പർ കപ്പ് ആരംഭിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു, കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു ISL അല്ലെങ്കിൽ സൂപ്പർ കപ്പ് സീസണിൽ 6ഓളം വിദേശ താരങ്ങൾക്ക് പ്ലേയിങ് 11-ൽ ഇറങ്ങുവാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നതാണ്. എന്നാൽ പുതിയ സൂപ്പർ കപ്പിൻ്റെ നിയമപ്രകാരം 6 വിദേശ താരങ്ങൾക്ക് സൂപ്പർ കപ്പിൻ്റെ പ്ലേയിങ് 11-ലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കുന്നതല്ല. 6 വിദേശ താരങ്ങളെ സൂപ്പർ കപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ അതിൽ വെറും 4 വിദേശ താരങ്ങൾക്ക് മാത്രമായിരിക്കും സൂപ്പർ കപ്പിൻ്റെ പ്ലേയിങ് 11-ൽ മത്സരങ്ങൾ കളിക്കുവാനായിട്ട് സാധിക്കുക. ഇതേ ഒരു റൂള് തന്നെയാണ് ISL-ലും വിദേശ അല്ലെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട്. ഈ ഒരു തീരുമാനം എന്തിനാണ് എടുത്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ എബിലിറ്റി കൂട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ മികവ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലേയിങ് ടൈം കൂട്ടാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു മികച്ച തീരുമാനം തന്നെയാണ് ഇതെന്നുള്ളത്. അതിനാൽ തന്നെ ഈ ഒരു തീരുമാനം വളരെ മികച്ചതാണ് എന്നെടുത്ത് പറയേണ്ടതാണ്. എങ്കിൽ പോലും ചില ക്ലബ്ബുകൾക്ക് അത് മോശമായി ബാധിച്ചേക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞ പോലുണ്ടായിരുന്ന ISL സീസണിൽ 6 വിദേശ താരങ്ങളെയും പ്ലേയിങ് 11-ൽ ഇറക്കുന്ന ടീമുകൾ ഉണ്ടായിരുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇൻക്ലൂഡിങ് കേരള ബ്ലാസ്റ്റേഴ്സ് പോലും 5 വിദേശ താരങ്ങളെയൊക്കെ തന്നെ പ്ലേയിങ് 11-ലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞു പോയ ISL സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് വളരെ മികച്ച തന്നെയാണെങ്കിൽ പോലും ചില ക്ലബ്ബുകൾക്ക് അത് മോശമായി ബാധിച്ചേക്കാം. അതിനാൽ തന്നെ മോഹൻ ബഗാൻ, ബംഗളൂരു FC, ഹൈദരാബാദ് FC തുടങ്ങിയ ക്ലബ്ബുകളാണ് ഈ ഒരു തീരുമാനത്തിന് വേണ്ടി അധികൃതരെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 6 വിദേശ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത്. ഇതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രക്ചറുമായിട്ട് പൊരുത്തപ്പെട്ട 3 വിദേശ താരങ്ങളാണ് ഉള്ളത്. ഒന്ന് നോഹ സദോയി, പിന്നീട് മറ്റൊന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണ ആൻഡ് ഡുസാൻ ലെഗാട്ടർ എന്നീ 3 വിദേശ താരങ്ങൾ. ഇവർ 3 പേരും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നല്ല രീതിയിൽ പലപ്പോഴും കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടീമുമായിട്ടൊരു പേഴ്സണൽ ലിങ്കപ്പ് നിലവിൽ ബിൽഡ് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് വളരെ മികച്ച നേരത്തെ തന്നെ മത്സരങ്ങളൊക്കെ കളിച്ചതിനാൽ തന്നെ ആ ഒരു ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള 3 വിദേശ താരങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡ് ഒരു പക്ഷേ വേണ്ടിയതായിട്ട് വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് എന്ന് പറയുന്ന താരത്തെ സൈൻ ചെയ്തപ്പോഴും ആദ്യത്തെ കുറേ മത്സരങ്ങളിൽ ആ ഒരു താരത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെയാണോ ഇനി കോൾദോബേറ്റയ്ക്കും അല്ലെങ്കിൽ തിയാഗോ അൽവസിനൊക്കെ സംഭവിക്കുക എന്ന് നമുക്കറിയത്തില്ല. എങ്കിൽ പോലും മികച്ച പഠനം തന്നെ അവരുടെ ഭാഗത്തു നിന്നും കാണുവാനായിട്ട് സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള ഡിഫൻഡറായിട്ടുള്ള ഇവാൻ റോഡ്രിഗസിനെ കുറിച്ചാണെങ്കിലും ഒരു മികച്ച എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നിലവിൽ ആരാധകർക്കുള്ളത്. ആ ഒരു നിലവാരത്തിൽ അദ്ദേഹത്തിന് പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ, അതായത് ഈ സൂപ്പർ കപ്പിൽ ആ ഒരു തരത്തിലുള്ള പ്രകടനം ഡേവിഡ് കെറ്റാലയുടെ മുമ്പിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വരുവാനായിട്ട് പോകുന്ന ISL സീസണ് അദ്ദേഹം ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് 11 പ്ലെയറായിട്ട് മാറുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.